രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിലേക്ക് കടക്കാനാണ് നീക്കം. ജീവൻ അപകടത്തിൽപ്പെടുത്തി നിർബന്ധപൂർവ്വം ഗർഭഛിദ്രം നടത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു. വനിതാ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് തീരുമാനം. മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPM-ന്റെയും BJP-യുടെയും നീക്കം. റോഷിപാലും ഇക്ബാൽ അറക്കലും ഗോകുൽനാഥുമുണ്ട് വിവരങ്ങൾ നൽകാൻ. ആദ്യം റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാൽ, ഇന്നലെ ഓഡിയോ അടക്കം പുറത്തുവന്നു, പരാതി നൽകി യുവതി, ഇതടക്കം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇനി അന്വേഷണം ഏത് രീതിയിൽ പോകും, എങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ? ഇന്നലെ രാത്രി വൈകിയാണ് പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ രഹസ്യ മൊഴി നൽകാനുള്ള അപേക്ഷ അന്വേഷണ സംഘം നൽകും. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കങ്ങൾ നടക്കുക. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കണം. ഈ ഡിജിറ്റൽ തെളിവുകളടക്കം അത് ടെലിഗ്രാം ചാറ്റും ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും അടക്കം നിരവധി കാര്യങ്ങൾ ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ പരാതിക്കാരിയായ യുവതി ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തി, വധിക്കുമെന്നടക്കം ഭീഷണിപ്പെടുത്തി എന്ന അതുൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ പരാതികളാണ് ചൂണ്ടിക്കാണിച്ചത്. അത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി പരാതിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് രാഹുലിന്റെ കുരുക്കമുറുകുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് അന്വേഷണ സംഘം നടത്തുന്ന നീക്കമാണ് നിർണായകം. വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ യുവതികളെ സമാനമായ രീതിയിൽ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്ന് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. പക്ഷേ പെൺകുട്ടികൾ ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഒരു യുവതിയാണ് ഗർഭഛിദ്രത്തിന് വിധേയമാക്കി ശബ്ദം പുറത്തു വന്ന ആ യുവതിയാണ് ഇപ്പോൾ പരാതിയുമായി സർക്കാരിനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ആ പരാതി ഗൗരവത്തിൽ പരിശോധിച്ച് തെളിവുകളടക്കം വിശകലനം ചെയ്തതിനു ശേഷമാണ് അന്വേഷണ സംഘം ഉടൻ തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചതും FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. മാത്രവുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇതിൽ പ്രതിയാവുക, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പ്രതിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് പെൺകുട്ടിയുടെ കൈകളിൽ എത്തിച്ചതും ഈ വിവരങ്ങൾ കൈമാറിയതടക്കം പ്രേരണയ്ക്കുള്ള കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ അടുത്ത സുഹൃത്തായ യുവ വ്യവസായിയാണ് രാഹുലിന് എല്ലാ സഹായങ്ങളും ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയതാണ്. അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റ് എന്തൊക്കെ സൗകര്യങ്ങളും സഹായങ്ങളും മറ്റാരെങ്കിലും ചെയ്തോ എന്നതുകൂടി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കോൾ വിശദാംശങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചതാണ്. ഇനി മറ്റ് നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭ്യമാവുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറെ വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കി തന്നെ ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ വേഗത്തിൽ ഒരു രാഷ്ട്രീയമായി കോൺഗ്രസ് നേതൃത്വം ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. നിലവിലെടുത്ത നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് സസ്പെൻഷൻ മാത്രമാണ് ശിക്ഷ എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയൊക്കെ നിലപാട് നിർണായകമായിരിക്കും. കാരണം ഒരു ഭാഗത്ത് ശക്തമായ പ്രതിഷേധത്തിന് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു. അങ്ങനെ പ്രതിരോധത്തിലാകുന്ന കോൺഗ്രസ് വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമോ എന്നതാണ് അറിയേണ്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ ഉൾപ്പെടെയുള്ള മുൻ KPCC അധ്യക്ഷന്മാരുണ്ട്. അതിൽ VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവർക്ക് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. അവർ ഇനി സ്വീകരിക്കുന്ന നിലപാട് കൂടി നിർണായകമാകും. അതിനൊപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടാണ് ഏറ്റവും പ്രധാനമാവുക. റോഷിപാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഒളിവിൽ പോയതാണ്. ഒളിവിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടി കടന്നു കളയുകയായിരുന്നു പാലക്കാട്ടെ MLA. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ടോ?
ഇന്നലെ പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയെ സമീപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ സർവൈലൻസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റെവിടേക്കെങ്കിലും കടന്നു കളയാനുള്ള സാധ്യത മുൻകൂട്ടി അവർ കണ്ടതാണ്. പരാതി നൽകിയെന്ന വാർത്ത പുറത്തു വന്ന അടുത്ത നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരായ സഹായികൾ അടക്കമുള്ളവർ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാഹചര്യം മുൻകൂട്ടി തന്നെ ക്രൈംബ്രാഞ്ചും പോലീസും കണ്ടതാണ്. അതുകൊണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും ഒളിവിലാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചായിരിക്കില്ല ഇതിൽ കുടുങ്ങുക. രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം നൽകിയവരുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് ഒരു പെൺകുട്ടിയോ ഒരു യുവതിയോ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകൾ. ഒന്നിൽ കൂടുതൽ പേർ ഇരകളുണ്ട്. അവർ എല്ലാവരും പരാതി നൽകുന്നില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിവേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യത. തീർച്ചയായിട്ടും എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.